ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഫിസിക്സ് ആണ് എടുക്കാൻ പോണത്. ഫിസിക്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 22ാമത്തെ ചാപ്റ്റർ വേവ് ഫിനോമിന ആൻഡ് ലൈറ്റ്. അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത്, ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കൊഹറൻറ്റ് സോഴ്സസ്. കൊഹറൻറ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ലൈറ്റ് സോഴ്സുകളെ കുറിച്ചാണ് അങ്ങനെ പറയാം. അപ്പോൾ രണ്ട് ലൈറ്റ് സോഴ്സുകളെ കൊഹറൻറ്റ് എന്ന് പറയണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, അവർ സെയിം ഫ്രീക്വൻസിയും സെയിം വേവ് ലെങ്ത്തിലും ആയിരിക്കണം. രണ്ടാമത്തത്, അവർ തമ്മിൽ വളരെ അടുത്തായിരിക്കണം, വെരി ക്ലോസ് ആംഗിളിലായിരിക്കണം. സെയിം ആംപ്ലിറ്റ്യൂഡും പീരീഡ് ഓഫ് ഓസിലേഷനും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസും ഉണ്ടായിരിക്കണം. ഇതൊക്കെ എന്താ നമ്മൾ വേവ് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഓരോന്നും ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി ഒക്കെ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഈ 4 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ രണ്ട് ലൈറ്റ് സോഴ്സുകൾ എന്ത് പറയാം, കൊഹറൻറ്റ് സോഴ്സുകൾ എന്ന് പറയാം. എന്തൊക്കെയാണ്? സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത്, സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം പീരീഡ് ഓഫ് ഓസിലേഷൻ, അതേപോലെ അവർ വളരെ ക്ലോസ് ആംഗിളിലായിരിക്കണം, പിന്നെ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് ഒബേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ രണ്ട് ലൈറ്റ് സോഴ്സുകൾ കൊഹറൻറ്റ് സോഴ്സുകളാണെന്ന് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻ്റർഫെറൻസ്. രണ്ട് കൊഹറൻറ്റ് സോഴ്സിൽ നിന്നുള്ള പ്രകാശങ്ങൾ കൂടിച്ചേരുന്നത് മൂലം പുതിയതായിട്ട് എന്താണ്, ഒരു സൂപ്പർ പൊസിഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഊർജ പുനർവിതരണം നടക്കുക. അതിനെയാണ് എന്ത് പറയുക, ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത്. Interference is the phenomenon of overlapping of superposition of two coherent sources of light. അപ്പോൾ എന്താണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്? രണ്ട് കൊഹറൻറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റുകൾ വന്നിട്ട് അവരെന്ത് ചെയ്യുക, ഓവർലാപ്പ് ചെയ്തിട്ട് പുതിയൊരു സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ പുതിയൊരു ഊർജ വിതരണം നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കാനുള്ളത് ഡിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ നമ്മൾ കണ്ടു അല്ലേ. ഇനി നോക്കാനുള്ളത് ഡിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൗണ്ട് ദ എഡ്ജസ് ഓഫ് എൻ ഒബ്സ്റ്റൻസ്. അതായത് ഒരു ലൈറ്റിന് എന്തെങ്കിലും ഒരു തടസ്സത്തിൽ തട്ടിയിട്ട് എന്ത് സംഭവിക്കുകയാണ്, അതിനൊരു ബെൻഡിങ് ഉണ്ടാവുക. അതിനെയാണ് എന്ത് പറയുക, ഡിഫ്രാക്ഷൻ എന്ന് പറയാം. ഒരു വസ്തുവിൻ്റെ തടസ്സത്താൽ പ്രകാശത്തിൻ്റെ പാതയിൽ വ്യതിയാനം വരുന്നതാണ് ഡിഫ്രാക്ഷൻ. അപ്പോൾ ഈ രണ്ട് ടേമാണ് നമുക്കിനി നോക്കാനുള്ളത്. ഇനി നോക്കാനുള്ളത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, വെൻ 2 or more wave motions traveling through a medium superpose one another, a new wave is formed in which resultant displacement at any instant is equal to the vector sign of the displacement due to individual waves at the instant. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഇതെന്താണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വേവുകൾ വന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ, രണ്ട് വേവുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ പുതിയൊരു വേവ് അവിടെ ഫോം ചെയ്യുന്നു. രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഒരു പുതിയ വേവ് ഫോം ചെയ്യുന്നു, പുതിയൊരു തരംഗം അവിടെ ഫോം ചെയ്യുന്നു. ഇനി ആ പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ള വേവിൻ്റെ ഏത് പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ ഉണ്ടായിരുന്ന ഈ പുതിയ വേവ് ഏതൊക്കെ വേവുകളിൽ നിന്നാണോ ഉണ്ടായത് ആ വേവുകളുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വെക്റ്റർ സൈന് ഈക്വൽ ആയിരിക്കും. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. രണ്ട് വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൂപ്പർ പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, പുതിയ വേവ് ഫോം ചെയ്യുന്നു. ആ പുതിയതായിട്ട് ഫോം ചെയ്ത വേവിൻ്റെ ഏത് പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് ഏത് ഒരു വേവുകളിൽ നിന്നാണോ ഉണ്ടായിട്ടുള്ളത് ആ വേവുകളുടെ വെക്റ്റർ സൈന് ഈക്വൽ ആണ്. ഇതാണ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, when 2 or more wave motions traveling through a medium superpose one another, രണ്ടുപേരും എന്താണ്, സൂപ്പർപോസ് ചെയ്യും. എ ന്യൂ വേവ് ഈസ് ഫോംഡ്. അപ്പം എന്ത് സംഭവിക്കും, ഒരു പുതിയ വേവ് ഫോം ചെയ്യും. ഇൻ വിച്ച് റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു ദ വെക്റ്റർ സൈൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ വേവ്സ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് എന്ത്, സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് പറയണത്.
ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പോളറൈസ്ഡ് ആൻഡ് അൺപോളറൈസ്ഡ് ലൈറ്റ്. പോളറൈസ്ഡ് ആൻഡ് അൺപോളറൈസ്ഡ് ലൈറ്റ്. In an unpolarized light, the vibration of electric field vector are in every plane perpendicular to the direction of propagation of light. അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ അൺപോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ എന്താണ്, ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻ, അതിൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്, ആ ലൈറ്റിന് എപ്പോഴും എന്താണ്, ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കും. ഇങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുക, അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ലൈറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലൈറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് എന്ത്, അൺപോളറൈസ്ഡ് ലൈറ്റ്. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആർ ഇൻ എവരി പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്, അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലൈറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇനി പോളറൈസ്ഡ് ലൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളതിന് ട്രാൻസ്മിറ്റ് ചെയ്യാണ്, വേറൊരു മീഡിയം വഴി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതെന്തായി, പോളറൈസ്ഡ് ലൈറ്റായി. അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിന് നമ്മൾ അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്തായി, അത് പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റായി. ഇതാണ് അൺപോളറൈസ്ഡും പോളറൈസ്ഡും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു വേവ്, ആ വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിന്റിൽ നിന്നും എന്താണ്, പുതിയതായിട്ടുള്ള വേവ്സ് ഫോം ചെയ്യും. അതൊക്കെ എന്താണ്, പുതിയ ഡിസ്റ്റർബൻസ് ആണ്. ഓരോ പോയിന്റ്സും എന്താണ്, പുതിയ വേവ്സ് ഫോം ചെയ്യാനുള്ള ഓരോ ഡിസ്റ്റർബൻസ് ആയിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് നമുക്ക് കണക്കാക്കാം. അതിനെയാണ് എന്ത് പറയുക, സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയുക. അതായത് ഒരു വേവിൽ നിന്ന് തന്നെ എന്താണ്, ഒരുപാട് വേവുകൾ ഫോം ചെയ്യാം, വേവ്ലെറ്റ്സ്, സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയണത്. ഇനി ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓരോ വേവ്സും, ആ വേവ് ഫ്രണ്ടിൽ നിന്ന് ഫോം ചെയ്യുന്ന ഓരോ ബിന്ദുക്കളിൽ നിന്നും ഫോം ചെയ്യുന്ന പുതിയ വേവ്സ് എന്ത് ചെയ്യാണ്, അതിങ്ങനെ സ്പെരിക്കലി ഫോം ചെയ്ത് പുതിയ ഒരു മീഡിയം അല്ലെങ്കിൽ പുതിയ ഒരു സർഫസ് അവിടെ ഫോം ചെയ്യുന്നു. ഇതാണ് ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഒരു വേവിൻ്റെ ഓരോ പോയിന്റ്സും, ഒരു വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിന്റ്സും എന്താണ്, ഒരു പുതിയ ഡിസ്റ്റർബൻസ് ആണ്. അവിടെ നിന്ന് എന്ത് സംഭവിക്കാം, മറ്റൊരു വേവ് ഫോം ചെയ്യാം. ആ മറ്റൊരു വേവ് ഫോം ചെയ്യാം, അതിനെയാണ് എന്ന് പറയുന്നത് സെക്കൻഡറി വേവ്ലെറ്റ്സ്. ആ പോയിന്റ്സിനെയാണ് സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന വേവ്സ് അതേ വേവ് ലെങ്ത്തിൽ തന്നെ, നേരത്തെ ഉണ്ടായിരുന്ന വേവിൻ്റെ തന്നെ വേവ് ലെങ്ത്തിൽ ഫോം ചെയ്യുന്ന ഇങ്ങനെയുള്ള സെക്കൻഡറി വേവ്ലെറ്റ്സ്, ഇങ്ങനെ ഉണ്ടാകുന്ന സെക്കൻഡറി വേവ്സ് എന്ത് സംഭവിക്കണു, സ്ഫെരിക്കലായിട്ട് ഫോം ചെയ്തിട്ട് ഒരു പുതിയ സർഫസ് ഫോം ചെയ്യുന്നു. ഇതാണ് ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഇൻ്റർഫറൻസ് എന്താണ്, ഡിഫ്രാക്ഷൻ എന്താണൊക്കെ നമുക്ക് ഡിഫൈൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ പ്രിൻസിപ്പിൾസ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാം. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് വായിക്കുക, പഠിക്കുക. താങ്ക് യു.